കേരളമുയർത്തിയ വിഷയത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൂടി പങ്കെടുത്തപ്പോൾ ചരിത്ര സമരമായി മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവനകളിലൂടെ അപമാനിക്കുന്നത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളെയാണെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമാണ്. കേരളത്തിലെ 100% വരുന്ന ജനങ്ങളുടെയും പ്രശ്നമാണ്. ആ നിലയിൽ കേരളത്തിൽ ഇത് വലിയ നിലയിൽ ഇപ്പോൾ തന്നെ ശക്തമായ പ്രചരണം ആയിക്കഴിഞ്ഞു. ഇത് എല്ലാ നിലയിലും ജനാധിപത്യം നിലനിൽക്കണം, ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിക്കപ്പെടരുത്, ഇടതുപക്ഷ ബദൽ ശരിയാണ് എന്നൊക്കെ കരുതുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനതയാകെ ഈ സമരത്തോടൊപ്പമുണ്ട്. ജനതയാകെ ഈ സമരത്തോടൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. കേന്ദ്ര സർക്കാരിനെതിരായ ജന്തർ മന്തർ സമരം വൻ വിജയമെന്ന് മന്ത്രി പി രാജീവ്. ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഘടകമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയെന്നും പി രാജീവ് കുറ്റപ്പെടുത്തി. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് വ്യത്യാസമില്ലാതെ സംസ്ഥാനങ്ങളെല്ലാവരും അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതൊരു ദേശീയ തലത്തിലുള്ളൊരു പുതിയ മുന്നേറ്റമായി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും തന്നെ സംസ്ഥാനങ്ങളുടെ അവകാശം, ഇപ്പോൾ 67% ചെലവും സംസ്ഥാനങ്ങൾ വഹിക്കുന്നു, 32% നികുതി വിഹിതം മാത്രം സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നു. വളരെ പ്രകടമായിട്ടുള്ള ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു തെറ്റായ വിവേചനം സംസ്ഥാനങ്ങളോടുണ്ട്. പ്രതിപക്ഷ ഐക്യത്തിന്റെ ശക്തി തെളിയിക്കാൻ സമരത്തിലൂടെ കഴിഞ്ഞുവെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഒരു സമരം ഗംഭീര വിജയമാണ്. മാത്രമല്ല ഇത് ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഈ സമരം. പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ശക്തി തെളിയിക്കാൻ LDFന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമന്ത്രി തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് കാണാൻ തുടങ്ങിയിരിക്കുന്നു പ്രകടമായി. ഇതിനെല്ലാം എതിർത്ത് നേരിട്ടുകൊണ്ട് നമ്മൾ ഒറ്റ രാജ്യം, ഒരു ഫെഡറൽ സംവിധാനം എന്ന സന്ദേശമാണ് ഈ സമരം മുന്നോട്ട് വെച്ചത്. ആ സമരം വിജയമാകുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് നമുക്ക് പ്രധാനം എന്നുള്ളതാണ്. BJPക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ജന്തർ മന്തർ സമരത്തിന്റെ സന്ദേശമെന്ന് M മുകേഷ് MLA. എല്ലാ വലിയ നേതാക്കന്മാർ വന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് കേരളത്തിൻ്റെ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിന് എല്ലാവിധ സോളിഡാരിറ്റിയും നൽകി എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നീങ്ങണം എന്നുള്ള വലിയ ആഹ്വാനം, ഇത് ഇന്ത്യയുടെ ഒരു വലിയ വികാരമാണെന്ന് മനസ്സിലാക്കുകയും ഇത് ഒരു തുടക്കം മാത്രമാണ്, ശക്തമായി ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരത്തോട് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് വിരുദ്ധ സമീപനം. ഡൽഹി സമരത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തെ പിന്തുണച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം സംസ്ഥാന കോൺഗ്രസ് നിന്നില്ലെന്ന വിമർശനം LDF ശക്തമാക്കിയിരിക്കെയാണ് ഡൽഹി സമരത്തെ പിന്തുണച്ച AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തിയത്. കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നു. हर स्टेट में डिस्क्रिमिनेशन हो रहा है. कर्नाटक है, आंध्रा है, तेलंगाना है, केरला और कर्नाटक, सभी ऐसे जो नॉन BJP स्टेट्स जो है उनको निग्लेक्ट किया जा रहा है. ഖാർഗെയുടെ പിന്തുണ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് ഊതിപ്പെരിപ്പിച്ച കണക്കു മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് അടുക്കണതിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് 5 കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട് ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്ന് UDF കൺവീനർ MM ഹസൻ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം ന്യായമാണെന്നും കേരളത്തിന്റെ സമരവുമായി അതിനെ താരതമ്യം ചെയ്യരുതെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെയാണ് സംസ്ഥാന സർക്കാരിന്റെ സമരമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും ഷിബു ബേബി ജോൺ 24നോട് പറഞ്ഞു. ഓരോ കാര്യത്തിലും ആ വീഴ്ച വരുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ, പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഉള്ളൊരു സമരത്തിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംശയമുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടിയിരുന്ന ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനൊക്കെ വിളിച്ച് ഇന്ന കാര്യങ്ങളിൽ വെട്ടിക്കുറവുണ്ടായി. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അക്കമിട്ട് നിരത്തി പ്രതിപക്ഷത്തിൻ്റെ സഹകരണം തേടാൻ
ഒരു ഘട്ടത്തിലും ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല. അവർക്കത് ആവശ്യവുമില്ല. അവരുടെ നെറേറ്റീവിൽ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ തന്നെയാണ് ഈ പരിപാടി നടത്തുന്നത്.